അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളിലേവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകഥയുടെ 219 ഭാഗത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹുദൈബിയ സന്ധി ഭാഗം 7. ഇപ്പോൾ ഹുദൈബിയ സന്ധിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ഹുദൈബിയയിൽ തമ്പടിക്കുകയും അങ്ങനെ ഖുറൈശികൾ പലവട്ടം പല ആളുകളെയും വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ പ്ലാൻ എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുകയും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉദ്ദേശം കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ പറഞ്ഞയക്കുകയും അവസാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അയക്കുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു വരാൻ വൈകിയപ്പോൾ അദ്ദേഹത്തെ അവർ വധിച്ചിട്ടുണ്ടാവുമെന്ന് അവർ കരുതുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ മറ്റുള്ള സഹാബികളും കൈകൾ വെച്ചുകൊണ്ട് അവിടുന്ന് പ്രതിജ്ഞ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുചരന്മാരുടെ പ്രതിജ്ഞയും അവർ ഉംറ ചെയ്തേ തിരിച്ചു പോകുക എന്ന തീരുമാനവും സാഹചര്യത്തിൻ്റെ ഗൗരവാവസ്ഥ ഖുറൈശികൾ ശരിക്കും മനസ്സിലാക്കുകയാണ്. അവർ ഉടൻ തന്നെ ഒരു സന്ധി സന്ദേശവുമായിട്ട് സുഹൈൽ ബിൻ അംറിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അയക്കുക. അപ്പോൾ ഈ വർഷം മടങ്ങിപ്പോവുക എന്നല്ലാതെ ഒരു സന്ധിയും ഉണ്ടാകരുത്. തന്ത്രത്തിൽ അദ്ദേഹം മക്കയിൽ പ്രവേശിച്ചുവെന്ന് അറബികൾ ഒരിക്കലും നമ്മെപ്പറ്റി പറയാൻ ഇടവരരുത് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഖുറൈശികൾ സുഹൈൽ ബിൻ ആമിറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അയക്കുകയാണ്. അപ്പോൾ സുഹൈൽ പ്രവാചകൻ സന്നിധിയിലെത്തി. സുഹൈലിൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾക്ക് കാര്യം എളുപ്പമായിരിക്കുന്നു. ഈ മനുഷ്യനെ അയക്കുന്നതിൻ്റെ അർത്ഥം അവർ സന്ധി ഉദ്ദേശിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ സുഹൈൽ വന്നിട്ട് പ്രവാചകനുമായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായിട്ട് സന്ധിയുടെ ഉപാധികളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ സംഭാഷണങ്ങൾ അങ്ങനെ നീണ്ടുപോവാണ്. സംഭാഷണം അലസിപ്പിരിയാറായ ഘട്ടങ്ങൾ വരെ ഉണ്ടായി എന്നാണ് പറയുന്നത്. എങ്കിലും സംഭാഷണം വിജയത്തിലെത്തിക്കാനുള്ള ഇരു പക്ഷത്തിൻ്റെയും ആഗ്രഹം കാരണം ചർച്ച തുടരുകയാണ്. അപ്പോൾ പല പ്രശ്നങ്ങളിലും സുഹൈൽ കടുംപിടുത്തം പിടിക്കുകയും അതേ അവസരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടുവീഴ്ചകൾ അനുവദിക്കുകയും ചെയ്യുന്നത് കാണുകയാണ്. അപ്പോൾ മുസ്ലിങ്ങൾ അസ്വസ്ഥരാകുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മുസ്ലിങ്ങൾക്കുള്ള ഉറച്ച വിശ്വാസവും തിരുമേനിയുടെ വിശ്വസ്തതയിലുള്ള ദൃഢബോധവും ഇല്ലായിരുന്നുവെങ്കിൽ പ്രസ്തുത ഒത്തുതീർപ്പ് അവർ ഒരിക്കലും അംഗീകരിക്കുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ആ കരാറിലെ വ്യവസ്ഥകൾ അങ്ങനെയായിരുന്നു. ഇപ്പോൾ കരാറിലെ വ്യവസ്ഥകൾ ഒന്ന്, ഈ വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറ നിർവഹിക്കാതെ മടങ്ങിപ്പോകണം. എന്നാൽ അടുത്ത വർഷം മുസ്ലിങ്ങൾക്ക് മക്കയിൽ 3 ദിവസം താമസിക്കാം. കൂടെ ഉറയിലിട്ട വാളല്ലാതെ മറ്റൊന്നും ഉണ്ടാവാനും പാടില്ല. ഖുറൈശികൾ അവർക്കൊരു തടസ്സവും ഉണ്ടാക്കാൻ പാടില്ല. ഇതായിരുന്നു ഒന്നാമത്തെ വ്യവസ്ഥ. രണ്ടാമത്തത്, 10 വർഷത്തേക്ക് ഇരു കക്ഷികളും തമ്മിൽ യുദ്ധം പാടില്ല. മൂന്നാമതായിട്ട്, മുഹമ്മദുമായി സഖ്യത്തിലേർപ്പെടാൻ താല്പര്യമുള്ള ഗോത്രങ്ങൾക്ക് അതിനും, അതുപോലെ ഖുറൈശികളുമായി സഖ്യത്തിന് താല്പര്യമുള്ള ഗോത്രങ്ങൾക്ക് അതിനും അനുവാദമുണ്ടായിരിക്കുന്നതാണ്. ഇങ്ങനെ കക്ഷി ചേരുന്ന ഗോത്രങ്ങൾ ആ വിഭാഗത്തിൻ്റെ ഒരു ഘടകമായി തന്നെ പരിഗണിക്കുന്നതാണ്. അതിനാൽ ഈ ഗോത്രങ്ങൾക്കെതിരെ നടത്തുന്ന കയ്യേറ്റം ആ വിഭാഗത്തിന് എതിരെയുള്ള കയ്യേറ്റമായി ഗണിക്കുന്നതാണ്. നാലാമത്തത്, ഖുറൈശികളിൽ നിന്ന് ആരെങ്കിലും മുഹമ്മദിൻ്റെ പക്ഷത്തേക്ക് തിരിച്ചോടിയാൽ അവനെ തിരിച്ചയക്കേണ്ടതും മറിച്ച് മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷത്ത് നിന്ന് ഒളിച്ചോടി ഖുറൈശി പക്ഷത്ത് എത്തുന്നവരെ തിരിച്ചയക്കേണ്ടതില്ലെന്നുമാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള 4 കാര്യങ്ങളാണ് കരാറിലുള്ളത്. തുടർന്ന് കരാർ പത്രിക എഴുതാൻ വേണ്ടിയിട്ട് ആരംഭിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തു നിന്നുണ്ടായ വിട്ടുവീഴ്ചകൾ മുസ്ലിങ്ങളിൽ ചിലർക്ക് തീരെ അസഹ്യമായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എഴുതുക. അപ്പോൾ സുഹൈൽ ഇടപെടുകയാണ്, നിൽക്കട്ടെ, ഈ പരമകാരുണികനെയും കരുണാനിധിയെയും എനിക്കറിയില്ല. അതുകൊണ്ട് അള്ളാഹുവെ നിന്റെ നാമത്തിൽ എന്ന് എഴുതിയാൽ മതി എന്ന് പറയാം. അപ്പോൾ ശരി, അള്ളാഹുവെ നിന്റെ നാമത്തിൽ എന്ന് എഴുതുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദൂതൻ മുഹമ്മദും സുഹൈൽ ബിൻ ആമിർ തമ്മിലുള്ള കരാറാണിത് എന്ന് രണ്ടാമത് തുടർന്ന് എഴുതാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. അപ്പോഴും സുഹൈൽ ഇടപെടാൻ, വരട്ടെ, താങ്കളും അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് ഞാൻ സമ്മതിക്കുന്നുവെങ്കിൽ പിന്നെ താങ്കളോട് ഞാൻ യുദ്ധത്തിന് വരേണ്ട കാര്യമുണ്ടോ? അതിനാൽ പിതാവിൻ്റെ പേരിനോട് ചേർത്ത് താങ്കളുടെ പേര് എഴുതിയാൽ മതി എന്ന് പറയാം.
അപ്പോൾ ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതും സമ്മതിക്കുക. അപ്പോൾ അബ്ദുല്ലായുടെ പുത്രൻ മുഹമ്മദ് ചെയ്യുന്ന കരാറാണിതെന്ന് എഴുതാൻ വേണ്ടി തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചു. അപ്പം അങ്ങനെ ഇരുപക്ഷത്തും ചേർന്ന് കരാറിൻ്റെ നിബന്ധനകൾ രേഖപ്പെടുത്തി. ഇതോടെ കരാർ പൂർത്തിയാവുകയാണ്. അപ്പോൾ കരാർ പൂർത്തിയായതോടെ അബ്ദുൽ മുത്തലിബിൻ്റെ കാലം മുതലേ ഹാഷിം വംശവുമായി സഖ്യത്തിലായിരുന്ന ഖുസാ ഗോത്രം മുസ്ലിങ്ങളുടെ പക്ഷത്ത് ചേരുകയാണ്. അതുപോലെ ബനു ബക്കർ ഖുറൈശി പക്ഷത്തും ചേരുകയാണ്. സന്ധി വ്യവസ്ഥ എഴുതി തീരും മുമ്പേ സുഹൈലിൻ്റെ പുത്രൻ അബൂ ജന്തൽ ചങ്ങലയും പൊട്ടിച്ച് മുസ്ലിം പക്ഷത്തേക്ക് കടന്നു വന്നു. ഉടനെ തന്നെ സുഹൈൽ പറഞ്ഞു, ഇതാ ഇവനെ തിരിച്ചു തരണമെന്നാണ് ഞാൻ ആദ്യമായി എന്നോട് ആവശ്യപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാം ഇതുവരെയും സന്ധി എഴുതി തീർന്നില്ലല്ലോ. അപ്പോൾ സുഹൈൽ പറഞ്ഞു, എങ്കിൽ അള്ളാഹുവാണ്, ഒരിക്കലും നിന്നോട് ഞാൻ കരാർ പാലിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനെ വിട്ടുതരിക. ഇല്ല, വിട്ടുതരില്ല, സുഹൈൽ മറുപടിയും പറയാം. എന്നിട്ട് അബൂ ജന്തലിൻ്റെ മുഖത്തടിച്ച് അവനെ പിടിച്ചു വലിച്ച് തിരിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പോൾ അബൂ ജന്തൽ ഒക്കെ ആർത്തു വിളിച്ചുകൊണ്ട് പറയാണ്, മുസ്ലിം സമൂഹമേ, എൻ്റെ മതത്തിൽ ഇനിയും പരീക്ഷിക്കപ്പെടാനായി എന്നെ നിങ്ങൾ മുശ്രിക്കുകളിലേക്ക് തന്നെ തിരിച്ചയക്കുകയാണോ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അബൂ ജന്തൽ, ക്ഷമിക്കുക, അല്പം കൂടി കാത്തിരിക്കുക. നിനക്കും നിന്നെപ്പോലെയുള്ള മർദ്ദിതർക്കും അള്ളാഹു ഒരു പോംവഴി ഉണ്ടാക്കി തരുക തന്നെ ചെയ്യും. ഇവരുമായി ഞങ്ങൾ ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു. പരസ്പരം വഞ്ചിക്കുകയില്ലെന്ന് അള്ളാഹുവിൻ്റെ പേരിൽ ഞങ്ങൾ കരാർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്ന് അബൂ ജന്തലിനെ സമീപിച്ച് പിതാവിനെ വധിച്ചു കളയുക എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ജന്തൽ, വാളെടുത്ത് പിതാവിനെ വധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പിതാവിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പിശുക്ക് കാണിച്ചു എന്ന് പറയും. അപ്പം ഇതൊക്കെയാണ് കരാറിൻ്റെ വ്യവസ്ഥകൾ. അപ്പം ഈ ഒരു ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്തിൽ വീണ്ടും വരാം. ഈ ഭാഗം നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.